തനി നാടൻ കേരള സ്റ്റൈൽ മീൻ കറിയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ കാളാഞ്ചിയാണ്. ആദ്യം ചട്ടി എടുത്ത് ചൂടാകാൻ വെക്കുക. അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ആഡ് ചെയ്യുക. കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 വെളുത്തുള്ളിയും ഒരു പകുതി ഇഞ്ചിയും മാത്രമാണ്. 1/2 കിലോ മീൻ കറിയാണ് ഞാനിന്നിവിടെ വെക്കാൻ പോകുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. കരിവേപ്പില ഒന്ന് നല്ല ക്രിപ്സി ആകാൻ വേണ്ടിയാണ്. ക്രിപ്സായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കും. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അധികം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 4-5 ചെറിയ കുടംപുളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഇല്ലാതെയാണ് ഇപ്പോൾ തിളയ്ക്കുന്നത്. ഫ്ലെയിം വെച്ചാൽ അത് മൂത്ത് പോയി കരിഞ്ഞൊരു സ്മെല്ലാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഉപ്പിൻ്റെ കൂടെ ഒരു 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് വെള്ളം, മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ആഡ് ചെയ്യുക. നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാര്യം നമ്മൾ മൂടി വെച്ച് മീൻ വേവിക്കുന്നത് കൊണ്ട് മീനിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങുന്നതാണ്. തിളച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായി പറ്റി വരുമ്പോഴത്തേക്കിന് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ആഡ് ചെയ്യാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ചെറുതായി ഒന്ന് മുട്ടിക്കൊടുക്കുക. നമുക്ക് കോരി ഇളക്കാൻ പാടുള്ളതല്ല. കാര്യം അത് പൊടിഞ്ഞു പോകും, മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായി ഒന്ന് തട്ടിക്കൊടുക്കുക. ചാറുകളൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വരുന്ന പോലെ ഒന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ മുളകിന് ആ ഒരു കളറൊക്കെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. ഇപ്പം തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഫ്ലെയിം കുറയ്ക്കേണ്ടതാണ്. കുറഞ്ഞിരിക്കുമ്പോൾ മീനിൻ്റെ വെള്ളം കൂടി അതിലേക്ക് വന്നോളും. ഇങ്ങനെ നമുക്കൊരു 2 മിനിറ്റ് വെക്കേണ്ടതാണ്. 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് മീനിൻ്റെ വെള്ളവും എല്ലാം ഇറങ്ങിയിട്ട് മീൻ ഒരു പകുതി വേവാകും. അപ്പോൾ നമ്മളൊരു ചെറിയ സ്പൂൺ എടുത്തുകൊണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. മുളകൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതേ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം കൂടെ നമുക്ക് ഓപ്പൺ ആക്കി വെക്കുക. ഒരു 5 മിനിറ്റ് 6 മിനിറ്റും കൂടെ വേകാൻ മതി. ഇനി അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ചാറ് തെളിഞ്ഞ് എണ്ണയും തെളിഞ്ഞ് വരുന്നുണ്ട്. നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീൻ പാകമാകാൻ വരുവാണ്. ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. കരിയാപ്പല കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ചും കൂടെ ഒന്ന് പറ്റിക്കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു
ചാറൊരു ചെറിയ കട്ടിയാകുമ്പോഴത്തേക്കിന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ആ ഓഫാകുന്ന ഫ്ലെയിമിൽ തന്നെ കുറച്ചും കൂടി ചാറ് പറ്റുന്നതാണ്. ഒന്നുകൂടെ പറ്റി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വാങ്ങി വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് തന്നെ ചാറ് മുഴുവൻ വറ്റിപ്പോകും. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാക്കിയ ഒരു മീൻകറിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിളമ്പാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു നാടൻ മീൻകറിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.